മഹത്തായിരിക്കുന്ന പ്രസ്ഥാനമാകുന്ന പരിശുദ്ധ ഇസ്ലാം മതം. അത് ലോകത്തെ വിളംബരം ചെയ്യാൻ, അതിന്റെ യഥാർത്ഥമായിരിക്കുന്ന ആശയങ്ങൾ ലോകത്ത് എത്തിച്ചു കൊടുക്കാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതുപോലത്തെ വാലുകൾ കൊണ്ടല്ലാതെ എങ്ങനെയാ സാധിക്കുക? അവ നമ്മുടെ പള്ളി ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനുണ്ടായ കാരണം ഞാനതാ പറഞ്ഞത്. 6 വർഷമായി നമ്മുടെ നാട്ടിൽ ഒരു പള്ളി കിടന്നു. നമ്മൾ ആരും ശ്രദ്ധിച്ചു പോയില്ല. എത്രയോ മുതലാളിമാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ കുറച്ച് ചെറുപ്പക്കാരും കുറച്ച് പ്രവർത്തകന്മാർക്കും തോന്നി ആ പള്ളി ഒന്ന് തുറക്കണം. ഇതിലും വലിയ ഒരു ദീനീ പ്രവർത്തനം എന്താണ് ചെയ്യാനുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, ആ പള്ളി അങ്ങ് പൊളിച്ചു കളയാൻ ഒരു മസാല ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കതങ്ങനെ നീക്കം ചെയ്യാമായിരുന്നു. പാടില്ല. വേണമെങ്കിൽ കുറച്ച് അപ്പുറത്ത് വേറൊരു പള്ളി ഉണ്ടാക്കായിരുന്നു. നിയമമില്ല. അള്ളാഹുവിന്റെ പള്ളിയായി ഒരു സ്ഥലം വഖഫ് ചെയ്യപ്പെട്ടു പോയാൽ ഖിയാമത്ത് നാൾ വരെ അവിടെ മലായികത്തും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്തും വന്നിറങ്ങിക്കൊണ്ട് സുജൂദ് ചെയ്യുന്ന സ്ഥലമായി മാറുകയാണ്. പള്ളി എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ഭവനമാണ്. അള്ളാഹ്ക്ക് വീടും കൂടിയും മക്കളൊന്നുമില്ല. പക്ഷെ അള്ളാഹുവിന്റെ ഭവനം എന്നുള്ള സാങ്കല്പിക ഭവനമാണ് പള്ളി. അള്ളാഹുവിനെ ആരാധിക്കപ്പെടുന്ന സ്ഥലമാണ് പള്ളി. അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന സ്ഥലമാണ് പള്ളി. അത് വഖഫ് ചെയ്യപ്പെട്ടാൽ പിന്നെ ഖിയാമത്ത് നാൾ വരെ അത് മാറ്റിമറിക്കാൻ ഒരു അതോറിറ്റിക്കും ഒരു കോടതിക്കും ഒരു നിയമ നിർമ്മാണത്തിനും ഒരു മനുഷ്യ കോടതിക്കും അധികാരമില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ കോടതി ഒരു വിധി പറഞ്ഞാലോ ജനാധിപത്യ രാജ്യത്ത് നമ്മൾ അംഗീകരിക്കുകയല്ലാതെ നിർബന്ധമായി നമ്മൾ അംഗീകരിക്കണം. പക്ഷെ അത് ഇസ്ലാമിന്റെ നിയമമല്ല. പലിശക്ക് മസലുണ്ടോ എന്ന് ചോദിച്ച പോലെ പലിശ വാങ്ങാൻ വല്ല മസലയുണ്ടോ? ഒരു മസലയില്ല. ചിലർ പറയും നമ്മൾ പലിശ വാങ്ങിയിട്ടില്ലെങ്കിൽ മറ്റൊരു വാങ്ങിച്ചിട്ട് അത് നമ്മുടെ മണ്ടക്കെട്ടടിക്കും. അതുകൊണ്ട് അതിനേക്കാൾ നല്ല നമ്മൾ തന്നെ മേടിച്ച് നേരെ പോകറ്റിലിടുക. എന്നിട്ടോ കുറച്ച് നമ്മൾ തിന്നുക. അതതിന്റെ സൊല്യൂഷൻ അല്ല. മറ്റൊരു മേടിച്ചു മണ്ടക്കടിക്കുന്നത് തടയാൻ വേറെ മാർഗമുണ്ടോ എന്ന് നോക്കുക. അല്ലാതെ അവൻ വാങ്ങിച്ച് തിന്നണേക്കാൾ നല്ലതിന് മുമ്പ് 2 മിനിറ്റ് മുമ്പ് നമ്മൾ വാങ്ങിച്ച് പലിശ തിന്നുക എന്ന് പറഞ്ഞൊരു മസാല ഇസ്ലാമിലില്ല. പലിശക്ക് നോ എക്സ്ക്യൂസ്, കള്ളിന് നോ എക്സ്ക്യൂസ്, മദ്യത്തിന് നോ എക്സ്ക്യൂസ്, വ്യഭിചാരത്തിന് നോ എക്സ്ക്യൂസ്. ഇന്ന് ലോകം, ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച തൃശ്ശൂരില് ഒരു ചർച്ചിന്റെ അകത്തായിരുന്നു എനിക്ക് പ്രസംഗം. അച്ഛന്മാരെല്ലാം കൂടി എന്നെ പ്രസംഗിക്കാൻ കൊണ്ടായതാണ്. എന്തിനു വേണ്ടി അച്ഛന്മാർ എന്നെ താങ്ങി പിടിച്ചു കൊണ്ടുപോയത്? അവർക്ക് ഒറ്റ കാര്യത്തിനെ സംബന്ധിച്ച് പ്രസംഗിക്കണം. അതെന്തിനാ? മദ്യത്തിനെതിരെ പ്രസംഗിക്കണം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദര മതത്തിലെ അച്ഛന്മാരോട് പറഞ്ഞു, പ്രിയപ്പെട്ട ഫാദർമാരെ, ഈ മദ്യത്തിനെതിരെ പ്രസംഗിക്കാൻ നിങ്ങൾക്കാർക്കും അവകാശമില്ല. കാരണം പള്ളിയിൽ നിന്നും സ്വല്പം വീഞ്ഞ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. കുർബാന കഴിഞ്ഞു വരുമ്പോൾ ശകലം മദ്യം നിങ്ങളും കൊടുക്കുന്നുണ്ട്. അത് ആദ്യം നിർത്തണം. അതുകൊണ്ട് ആള് മസ്താവുന്നോ മസ്താവണില്ലേ അത് വേറെ വിഷയം. മദ്യത്തിനെ അതിന്റെ അടിസ്ഥാനപരമായി നിർമാർജനം ചെയ്ത മതമാണ് ഇസ്ലാം. ലോകത്ത് ഇസ്ലാം മതം മാത്രമേ നിർബന്ധമായി മദ്യനിരോധനം കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും വിവരമുള്ള എല്ലാവരും പറയണു മദ്യം നിരോധിക്കണം. മദ്യം നിരോധിച്ചാൽ ഇവിടെ എന്താ ഉണ്ടാവുക? ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല. ഗവൺമെന്റ് പറയുന്നത് റവന്യൂ ഇൻകം കുറയില്ല. ഈ മദ്യത്തിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന്റെ ഇരട്ടിയാണ് റോഡപകടങ്ങളിൽ മദ്യം കൊണ്ട് മരിക്കുന്നവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. മാരകമായ മദ്യം കഴിച്ചുകൊണ്ട് മാരകമായ ട്യൂമർ പോലത്തെ രോഗമുണ്ടാക്കി അതിനുവേണ്ടി പൊതുഖജനാവെന്ന് ചെലവഴിക്കുന്നത് ഈ റവന്യൂ ഇൻകത്തിന്റെ മദ്യത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ 4 ഇരട്ടി സംഖ്യ ആ ഭാഗത്ത് ഗവൺമെന്റ് ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ മദ്യം നിർത്തിയാൽ ഒന്നും സംഭവിക്കില്ല. നിർത്തണം. നിർത്തിയാൽ അത് നിൽക്കില്ലേ? നിൽക്കും. ചിലർ പറയും അങ്ങനെ നിർത്തിയാലൊന്നും നിൽക്കില്ല. ഏതുപോലെ വ്യഭിചാരം നിർത്തിയാൽ നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് എന്താ ചെയ്തത്? അതിന് ലൈസൻസ് ഉള്ള കുറച്ച് ആൾക്കാരെ ഇപ്പൊ നിയമിച്ചു വെച്ചു. ഇപ്പൊ കൽക്കട്ടയിലും കാമാട്ടിപ്പുരയിലും ബംഗാളിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലും മദ്രാസിലും ഒക്കെ ലൈസൻസ് ഉള്ള വേശ്യാലയമുണ്ട്. കഴുത്തിൽ ഇതുപോലെ നമ്മളിവിടെ തൂക്കിയിട്ടില്ലേ, ഉസ്താദുമാര് വരുമ്പോൾ അങ്ങനെ കെട്ടിക്കൊടുക്കല്ലോ ഓരോ സാധനം. ഇതുപോലെ ഓരോ പെണ്ണുങ്ങളും കഴുത്തിൽ കാർഡ് വെച്ചിരിക്കുകയാണ്. ഐ ആം റെഡി, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഇത്ര കൊല്ലത്തെ സർവീസ് ഉണ്ട്, കസ്റ്റമറെ നന്നായി തൃപ്തിപ്പെടുത്തിയതിൻ്റെ പേരിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇതൊക്കെ കഴുത്തിൽ ഒരു ബയോഡാറ്റയെ കെട്ടിത്തൂക്കി ഗവൺമെന്റിന്റെ ആതറൈസേഷനോടുകൂടെ അംഗീകൃതമായി പ്രവർത്തിക്കുന്ന വേശ്യാലയം. ബുദ്ധിമാനായ കൃഷ്ണയ്യർ ഒരിക്കൽ പറയേണ്ടായി, വേശ്യാലയം ഇന്ത്യയിൽ നിർത്താൻ പറ്റില്ല. എന്തുകൊണ്ട്? നിർത്തിയാൽ പിന്നെ എന്റെയും നിങ്ങളുടെയും പെങ്ങന്മാർക്കും ഭാര്യമാർക്കും റോട്ടിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റില്ല, കേറി പിടിച്ചു കളയും. എന്നാൽ കൃഷ്ണയ്യർ സ്വാമിക്ക് അവിടെ തെറ്റുപറ്റിയതാണ്. ലോകത്ത് അതും കാണിച്ചു കൊടുത്തു ഇസ്ലാം മതം.
വ്യഭിചാരം നിർത്തി കാണിച്ചു കൊടുത്തു ഇസ്ലാം മതം. കല്ലുകുടി നിർത്തി കാണിച്ചു കൊടുത്തു ഇസ്ലാം മതം. പലിശ നിർത്തി കാണിച്ചു കൊടുത്തു ഇസ്ലാം മതം. ലോകത്താർക്കെങ്കിലും സാധിച്ചോ? പല വിപ്ലവ പ്രസ്ഥാനങ്ങളും ലോകത്ത് വന്നു. തൊഴിലാളി വർഗത്തെ സംഘടിപ്പിച്ചുള്ള പ്രസ്ഥാനങ്ങൾ വന്നു. കമ്മ്യൂണിസം പോലത്തെ പ്രസ്ഥാനങ്ങൾ വന്നു. ലോകത്ത് വലിയ വലിയ വിപ്ലവകാരികൾ വന്നു. അവർക്കാർക്കും ഒരു നിമിഷമെങ്കിലും മദ്യം നിർത്താൻ സാധിച്ചില്ല. ഒരു ലാത്തിച്ചാർജ് നടത്താതെ, ഒരു വെടിവെപ്പ് നടത്താതെ, ഒരു യാതൊരുവിധ കുഴപ്പവുമില്ലാതെ മദീനയിൽ 24 മണിക്കൂറിന്റെ ഉള്ളില് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരൊറ്റ പ്രസംഗത്തിന്റെ ഫലമായി അറബികൾ മദ്യത്തിന്റെ കുപ്പികൾ വലിച്ചെറിഞ്ഞു. എന്തേ അല്ലാഹുവിന്റെ റസൂൽ പ്രസംഗിച്ചത്? കല്ലുകുടിച്ചവന്റെ കഴുത്തു വെട്ടുമെന്നല്ല, കല്ലുകുടിച്ചവന്റെ കാലുകൊത്തുമെന്നല്ല, കല്ലുകുടിക്കുന്നവന്റെ കുടുംബം ബഹിഷ്കരിക്കുമെന്നല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാക്കളെ, ദുനിയാവിലെ കല്ല് നിങ്ങളൊന്ന് ഹറാമാക്കാൻ തയ്യാറുണ്ടോ? എന്നാൽ ആഖിറത്തിലെ കല്ല് നിങ്ങൾക്ക് കുടിക്കാമല്ലോ. ദുനിയാവിലെ കല്ല് നിങ്ങൾ തൽക്കാലം ഒന്ന് മാറ്റിവെക്കാൻ തയ്യാറുണ്ടോ? എന്നാൽ ആഖിറത്തിലെ കല്ല് നിങ്ങൾക്ക് കുടിക്കാം. സ്വർഗത്തിൽ കടന്നാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മദ്യപിക്കാം. ദുനിയാവിലെ കല്ല് കുടിച്ചവന് സ്വർഗത്തിലെ കള്ളില്ല. ഈ പുത്തനത്താണിയുടെയും മലപ്പുറം ജില്ലയുടെയും പരിസരങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു മസ്താനുപ്പാപ്പ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും അന്ന് അദ്ദേഹത്തിന് പേര് പറഞ്ഞ് വിളിച്ചിരുന്നത് പെണ്ണ് കെട്ടാൻ പൂതി മസ്താൻ എന്നാണ്. കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ന്യൂ ജനറേഷൻ അറിയാത്ത കാര്യമാണത്, ഓൾഡ് ജനറേഷൻ അറിയുന്ന കാര്യമാണത്. പെണ്ണ് കെട്ടാൻ പൂതി മസ്താൻ. അദ്ദേഹത്തിന് പെണ്ണ് കെട്ടാനുള്ള ആഗ്രഹമാണെന്ന് വെച്ചു. അദ്ദേഹം നേരത്തെ അലി ഉസ്താദ് പ്രസംഗിച്ചപ്പോ പറഞ്ഞു പോയില്ലേ, ഔലിയാക്കൾക്ക് ചില കോഡ് ഭാഷകളുണ്ട്, ഔലിയാക്കൾക്ക് ചില മെസ്സേജുകളുണ്ട്, ഔലിയാക്കൾക്ക് ചില ഇൻഫർമേഷൻ സെന്ററുകളുണ്ട്, ഔലിയാക്കൾക്ക് ചില പ്രത്യേക സാറ്റലൈറ്റ് സംവിധാനങ്ങളുണ്ട്. അത് അല്ലാഹു അവരുടെ VIP-കൾക്ക് കൊടുത്തിരിക്കുന്ന സംവിധാനമാണ്. VIP-കൾക്കൊക്കെ വലിയ വലിയ സംവിധാനമുണ്ട്. ഇപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി ബറാക് ഒബാമനെ വിളിക്കുന്നത് ഈ ചൂക്കറ 300 രൂപയുടെ മൊബൈലിലല്ല. ഒബാമനെ ഇവിടുത്തെ മൻമോഹൻ സിംഗ് വിളിക്കുന്നത് 300 രൂപയുടെ മൊബൈലിലല്ല. അതിന് ഹോട്ട്ലൈൻ സംവിധാനമുണ്ട്. VIPസിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക സംവിധാനമുണ്ട്. എന്ന പോലെ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കും അമ്പിയാക്കളും അവരാണ് ഒറിജിനൽ VIP-കള്. അള്ളാഹുവിന്റെ VIP-കളാരാ? അമ്പിയാക്കള്. VVIP-കളാരാ? ഉലുൽ അസ്മികള്. എക്സിക്യൂട്ടീവുകളാരാ? ഔലിയാക്കള്. അതിന്റെ ചോട്ടിലിരിക്കുന്ന ആളുകള് മഹാന്മാരായ പണ്ഡിതന്മാർ. കേട്ടോ, അവർക്ക് ഉപയോഗിക്കാൻ പ്രത്യേകമായിരിക്കുന്ന ചില ലൈനുകള് അല്ലാഹു തആല കൊടുത്തു വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ലൈനുകളിൽ കൂടെ അവര് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, പെണ്ണ് കെട്ടാൻ പൂതി മസ്താൻ. അദ്ദേഹത്തിന് ആ പേര് വരാനുള്ള കാരണം എന്താ? നാട്ടിലൂടെ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടല്ല നടക്കുന്നത്. അദ്ദേഹത്തിനോട് ബന്ധമുള്ള ആളുകൾക്കറിയാം. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വടിയും പിടിച്ച് നടക്കുന്നത് എന്ത് പറഞ്ഞിട്ടാ? പെണ്ണ് കെട്ടാൻ പൂതി കാശില്ലാത്ത കേട്, പെണ്ണ് കെട്ടാൻ പൂതി കാശില്ലാത്ത കേട്. ഇത് കേട്ട നാട്ടിലെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ കുറച്ച് ആളുകൾ തെറ്റിദ്ധരിച്ചു പോയി. ഔലിയാക്കളുടെ ഭാഷയുടെ അർത്ഥം അറിയാത്തവർ തെറ്റിദ്ധരിച്ചു പറഞ്ഞു. അവർ പ്രഥമദൃഷ്ടി അർത്ഥം വെച്ചു. അങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ, അപ്പൊ പ്രഥമദൃഷ്ടി അർത്ഥം വെച്ചു. ഉള്ളിലേക്ക് പോകാതെ പുറംപോടി മാത്രം നോക്കി നടക്കുന്ന ആളുകളുണ്ടല്ലോ. അവര് പറഞ്ഞു, അദ്ദേഹം കുറെ കാലമായല്ലോ ഇദ്ദേഹം ഇങ്ങനെ വടിയും പിടിച്ച് നടന്ന് പറയുന്നു പെണ്ണ് കെട്ടാൻ പൂതി കാശില്ലാത്ത കേട്. ഒരു സമിതി ഉണ്ടാക്കി. എന്തിനും നമ്മുടെ നാട്ടിലെ സമിതി ദിനങ്ങളൊക്കെ ഉള്ള നാടാ. മാതൃദിനം, എയ്ഡ്സ് ദിനം, മുലയൂട്ടൽ ദിനം, സ്വവർഗഭോഗികൾക്ക് ഭോഗത്തിനൊരു ദിനം വരാം. ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്വവർഗഭോഗ ദിനം, എയ്ഡ്സ് ദിനം, മാതൃദിനം, എല്ലാത്തിനും ദിനങ്ങളുണ്ടല്ലോ ഇവിടെ. എന്ന പോലെ എല്ലാത്തിനും സംഘടനകളും നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പൊ ഒരു സംരക്ഷണ സമിതി രൂപീകരിച്ചു. എന്തിന്? പെണ്ണ് കെട്ടാൻ പൂതിയെന്ന് ഈ പാട്ടുപാടി നടക്കുന്ന വല്യപ്പാക്ക് ഒരു പെണ്ണ് കെട്ടിച്ചു കൊടുക്കണം. അവർ കുറച്ച് പൈസയൊക്കെ പിരിച്ചു. പെണ്ണിനെ കണ്ടുപിടിച്ചു. ഒരു 60 വയസ്സിനോട് പ്രായമുള്ള, നേരത്തെ കല്യാണം കഴിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ ഡൈവേഴ്സായി പോയ പ്രസവിക്കാത്ത ഒരു സ്ത്രീനെ കണ്ടുപിടിച്ചു. ഒരു വിധത്തിൽ സമ്മതിപ്പിച്ചു. മസ്താനുപ്പാപ്പാനെ തെരഞ്ഞു. അദ്ദേഹം ഒരു ഭാഗത്തിരിക്കുകയാണ്, വടിയും കുത്തിപ്പിടിച്ചിട്ട്. ഇതന്നെയാ പറയണേ, പെണ്ണ് കെട്ടാൻ പൂതി കാശില്ലാത്ത കേട്. അദ്ദേഹത്തിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഉപ്പാപ്പ ഞങ്ങളൊരു പെണ്ണിനെയൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഉപ്പാപ്പ ഞങ്ങളുടെ കാലഘട്ടം പോലെ ഈ നാട്ടിൽ വന്നിട്ട് ഇതന്നെയല്ലേ പാടുന്ന പാവം. മരിക്കുന്നതിന്റെ മുമ്പ് ആ ആഗ്രഹം ഞങ്ങളൊക്കെ തീർത്തിയാല.
മഹറും ഞങ്ങൾ തയ്യാറാണ്, പൈസയും ഞങ്ങൾ തയ്യാറാണ്, ആഭരണം ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാം ഉണ്ട്, വീട്ടിൽ കൂടാനുള്ള സൗകര്യമുണ്ട്. ഇനി എന്ത് വേണം? ഉപ്പാപ്പ എന്ന് വന്ന് കബിൽത്തും എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഞങ്ങളിതാ തയ്യാറാണ്, ഉപ്പാപ്പ ഈ വണ്ടി കയറണം എന്ന് പറഞ്ഞു. ഉപ്പാപ്പ ചോദിച്ചു, മോനെ ആരാ പെണ്ണ്? അങ്ങേ വീട്ടിലെ ഇന്നോടത്തെ നഫീസാത്ത എന്ന് പറഞ്ഞു. ഓ, ഉപ്പാപ്പ പറഞ്ഞു, ആ പെണ്ണെനിക്ക് പറ്റൂല. പെണ്ണതല്ല, ഇന്ന് വരെ ഒരാൾ തൊടാത്ത, ഒരാളും കാണാത്തൊരു പെണ്ണുണ്ട്, ആ പെണ്ണെനിക്ക് വേണം. പാപ്പ ഓതിക്കൊടുത്തു, കാന്നഹുന്നൽ യാഖൂതു വൽ മർജാൻ ലം യത്മിസുഹുന്ന ഇൻസും ഖബലഹും വലാ ജാൻ. കാന്നഹുന്നൽ യാഖൂതു വൽ മർജാൻ, യാഖൂത്ത് മർജാൻ പോലത്തെ വെട്ടിത്തിളങ്ങുന്ന പെണ്ണുങ്ങളുണ്ട്. ലം യത്മിസുഹുന്ന ഇൻസും ഖബലഹും വലാ ജാൻ, മുമ്പൊരു മനുഷ്യനോ ഒരു ജിന്നോ ഒരു പിശാചോ തൊടാത്ത പെണ്ണുണ്ട്. 1000 പ്രാവശ്യം അവളുമായി ഭോഗം നടത്തിയാലോ അവളുടെ കന്യകാത്വം ഭേദിക്കപ്പെടാത്ത പെണ്ണുണ്ട്. ആ പെണ്ണാണ് ഞാൻ ആഗ്രഹിക്കപ്പെട്ടത്. ചെറുപ്പക്കാര് ചോദിച്ചു, വല്യുപ്പ ഏതാണ് ആ പെണ്ണ്? ആ ചെറുപ്പക്കാരോട് വല്യുപ്പ പറഞ്ഞു പോയി, മക്കളെ ആ പെണ്ണ് ഇവിടത്തെ പെണ്ണല്ല, സ്വർഗത്തിലെ പെണ്ണാണ്, ഹൂറുൽ ലൈങ്ങൾ എന്ന് പറയുന്ന പെണ്ണാണ് ഞാൻ ആഗ്രഹിച്ച പെണ്ണ്. അപ്പൊ ചെറുപ്പക്കാര് ചോദിച്ചു, വല്യുപ്പ ഹൂറുൽ ലൈങ്ങളെ കെട്ടാൻ എന്തിനാണ് പണം? നിങ്ങൾ ഇവിടെ പ്രസംഗിച്ച് നടന്നത് എന്താണ്? പെണ്ണ് കെട്ടാൻ പൂതി, പൈസ ഇല്ലാത്ത കേട് എന്നല്ലേ? എന്തിനാണ് ഹൂറുൽ ലൈങ്ങളെ കെട്ടാൻ പണമെന്ന് ചോദിച്ചപ്പോൾ പെണ്ണ് കെട്ടാൻ പൂതി മസ്താൻ വല്യുപ്പ പറഞ്ഞു പോയത്, പണമെന്ന് പറഞ്ഞത് നിങ്ങളെ നക്കാപ്പിച്ച പണത്തിന് വേണ്ടിയല്ല. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യനെയും ജിന്നുകളെയും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണ്? രമ്യകർമ്മങ്ങൾ പടുത്തുയർത്താനല്ല, പാർലമെന്റിലേക്ക് മത്സരിച്ചിട്ട് MP ആവാനല്ല, മന്ത്രിയാവാനല്ല, MLA ആവാനല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനല്ല, ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ആവാനല്ല. എന്തിനാണ് മനുഷ്യരെ നിങ്ങളെ പടച്ചിരിക്കുന്നത്? അല്ലാഹു പറയുകയാണ്, വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കാനല്ലാതെ, അല്ലാഹുവിനെ ആരാധിക്കാനല്ലാതെ നിങ്ങളെ സൃഷ്ടിച്ചതിന് വേറെ ഒരു ലക്ഷ്യവുമില്ല. ഭൗതികമായ പുരോഗതി അല്ലാഹുവിന്റെ അടുത്ത് പ്രശ്നമല്ല, ഭൗതികമായിരിക്കുന്ന ക്രെഡിബിലിറ്റി അല്ലാഹുവിന്റെ അടുത്ത് പ്രശ്നമല്ല. അല്ലാഹു നോക്കുന്നത് ഇബാദത്തിലേക്കാണ്. അല്ലാഹുവിന് വേണ്ടത് അവനെ അനുസരിക്കലാണ്, വണങ്ങലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പണം, ഇബാദത്താകുന്ന പണം എന്റെ കയ്യിലില്ലാത്തത് കൊണ്ട് സ്വർഗത്തിലെ പെണ്ണെനിക്ക് കിട്ടില്ലല്ലോ. പെണ്ണ് കെട്ടാൻ പൂതി, കാശില്ലാത്ത കേട്. വല്യുപ്പ വടിയെടുത്തിട്ട് നടക്കുകയാണ്, മക്കളെ പെണ്ണ് കെട്ടാൻ പൂതി, കാശില്ലാത്ത കേട്. വീണ്ടും പറഞ്ഞു പോവുകയാണ്. ചെറുപ്പക്കാര് പുറകിൽ നിന്നുകൊണ്ട് നോക്കുകയാണ്. അദ്ദേഹത്തിന് പെണ്ണ് കെട്ടിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ടാവോ? കാരണം സ്വർഗത്തിലെ പെണ്ണ് കെട്ടണം വല്യുപ്പാക്ക്, ഹൂറുല്ലിങ്ങളെ കെട്ടണം വല്യുപ്പാക്ക്, സ്വർഗത്തിലെ കല്ല് കുടിക്കണം വല്യുപ്പാക്ക്. പ്രിയപ്പെട്ട മദ്യത്തിന്റെ ചഷകത്തിന്റെ കുപ്പികളുടെ അഡിക്റ്റുകളായി പോയ ചെറുപ്പക്കാരെ, ഹാൻസ് വെക്കാതെ ഉറങ്ങാൻ പറ്റാത്ത ചെറുപ്പക്കാരെ, മയക്കമരുന്നിന്റെ ഉപഭോക്താക്കളായ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങളൊന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കണം. നൈമിഷികമായ തൽക്കാലം കിട്ടുന്ന ഒരു രസത്തിന് വേണ്ടി കാലമില്ല, കാലവർഷമില്ല, കൊല്ലവർഷമില്ല, ജനനത്തീയതിയില്ല, മരണത്തീയതിയില്ല, വർഷമില്ല, വേനലില്ല, സൂര്യനുദിക്കലില്ല, അസ്തമിക്കലില്ല, നിയന്ത്രണമില്ല, പോലീസ് സ്റ്റേഷനില്ല, കക്കൂസില്ല, മൂത്രപ്പരയില്ല. അങ്ങനത്തെ ഒരു ലോകമുണ്ട്. അതേതാണ്? അതാണ് സ്വർഗം. അതാണ് സ്വർഗം. കാണുന്നതെന്നാ
അതെന്നാ